ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മാംഗോ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ പിള്ളേർക്കായാലും വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റം കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നല്ലൊരു അടിപൊളി ഡെസേർട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാംഗോ വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങയുടെ ഒക്കെ നല്ലൊരു സീസണാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട്സും കൂടെയാണ് നമ്മുടെ ഈ ഒരു മാങ്ങ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഉണ്ടായെടുത്തിട്ടുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങ നല്ലപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങയൊക്കെ നല്ല പോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഒരു അരിഞ്ഞെടുത്ത നമ്മുടെ ഈ ഒരു മാങ്ങ ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് പീസ് നമ്മളിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിതിലൊന്ന് കൊത്തി നുറുക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് അരച്ചും കൂടെ എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഞാനിതാ 1/2 ലിറ്റർ പാൽ നമ്മൾ ഇതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രീസറിൽ ഇടുന്നിരുന്ന പാലാട്ടോ. അപ്പോൾ ഞാനൊരു അരമണിക്കൂറായിട്ടുള്ള നമ്മളിത് ഫ്രിഡ്ജിൻ്റെ താഴേക്ക് വെച്ച് കൊടുത്തിട്ട്, എന്നാലും ശരിക്കും അങ്ങോട്ട് ഐസ് പോയിട്ടില്ല. ഇനി നമ്മളിതൊന്ന് ശരിക്കൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ റെഡിയായി വന്നോളും. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് 1 ലിറ്റർ വരെ 2 ലിറ്റർ വരെയൊക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 ലിറ്റർ പാലേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് പാല് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു 1.5 തവി പാലൊഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ പാലൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്കങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു പാലിൻ്റെ ആ ഒരു കട്ടൊക്കെ നല്ല പോലെ അങ്ങോട്ട് ഐസൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ചെറിയൊരു ചൂട് തട്ടുമ്പോഴേക്ക് തന്നെ നമ്മുടെ പാല് നല്ല പോലെ റെഡിയായി വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് വേണം നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പാല് നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് സെറ്റായി വന്നോളൂ. ഇനി നിങ്ങൾക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കോൺഫ്ലവർ ചേർത്തെടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ടൊരു ഫുഡ് കളർ എന്തെങ്കിലും മാംഗോയുടെ ഫ്ലേവറുള്ള ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഞാനിതേപോലെ ഒരു തവി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരത്തവിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മാങ്ങയുടെ അത്യാവശ്യം നമുക്ക് മധുരമുണ്ട്, എന്നാലും നമുക്കൊരല്പം മധുരം കൂടി ചേർത്ത് കൊടുക്കാം. അതാ ഞാൻ 1.5 തവി പഞ്ചസാരയാണ് ചേർത്തെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പൊടിച്ചിട്ടും ചേർത്തെടുക്കാം കേട്ടോ. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് പഞ്ചസാര കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്തെടുക്കാം. ഇനി ഇതിന് ഫ്ലേവർ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടിയോ വാനില എസൻസോ ഒക്കെ കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ ആ ഒരു മാംഗോയുടെ ഫ്ലേവറിൽ തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് നാച്ചുറലായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ദാ നല്ല പോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ പാല് നല്ല പോലെ ഒന്നിരുന്ന് തണുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീസറിൽ. അപ്പോൾ ഇതാ നമ്മുടെ പാല് നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ആ ഒരു മാംഗോയുടെ പൾപ്പ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഫ്രീസറിൽ വെച്ച് നല്ല പോലെ ഒന്ന് കൂളാക്കിയതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇപ്പോഴൊന്നും കഴിക്കില്ല കേട്ടോ. ഞാനിതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തംബ്ലൈനൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തണുത്തിട്ട് വേണം നമുക്കിത് കഴിക്കാനായിട്ട്. അപ്പോഴാണ് നമുക്കത് കഴിക്കുമ്പോൾ ആ ഒരു ശരിക്കും നമ്മുടെ ആ ഒരു മാംഗോയുടെ ഫ്ലേവർ നമുക്ക് നാച്ചുറലായിട്ടുള്ളത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ പാല് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് കുറുകി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിൽ വേണമെങ്കിൽ ഒന്നും കൂടെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തെടുക്കുന്നില്ല. ഇത്രയും മതി. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല പോലെ ഒന്ന് നമ്മുടെ പാലൊന്ന് തണുത്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു മാംഗോയുടെ പൾപ്പ് ഇതിലേക്ക് ചേർക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പാലിൻ്റെ ആ ഒരു കസ്റ്റാർഡ് മിക്സ് നമ്മളിവിടെ നല്ല പോലെ തണുപ്പിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ മാംഗോ പ്യൂരി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ആ എടുത്തിട്ടുള്ള മാങ്ങ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ അടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഞാനിതാ കുറച്ച് സാബൂനരി നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്തിയെടുത്ത് സ്റ്റൗവിൽ വെച്ച് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് നമ്മളൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത ആ ഒരു മാങ്ങയുടെ ചെറിയ കഷ്ണങ്ങളില്ലേ, അത് ഇതേപോലെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും നമ്മളിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പിസ്ത നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു കൂളായിട്ട് കിട്ടും. നമ്മളിതിൽ ഒത്തിരി വെള്ളമൊന്നും ചേർത്തെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കൂളാക്കി എടുത്തതിന് ശേഷം നമ്മളിത് കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്നും കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു തംബ്ലൈന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഫ്രീസറിലേക്ക് തന്നെ ഒരു 10 മിനിറ്റും കൂടെ വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഗ്ലാസ്സിൽ നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടെ ബദാം നമ്മളിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് പിസ്ത നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങളെ കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും കേട്ടോ.
അതേപോലെ തന്നെ നമ്മളിതാ കുറച്ച് റോസ് പെറ്റൽസും കൂടെ ഇതിൻ്റെ മീതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് വിളമ്പിയെടുക്കുന്ന ഗ്ലാസ്സിൽ നമ്മൾ ഇതേപോലെ ഒരു 2 ഗ്ലാസ് നമ്മളിത് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തംബ്ലൈനിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ വീട്ടിലുണ്ടായെടുത്തിട്ടുള്ള നമ്മളെ ഒരു റോസ് പെറ്റൽസാണ്. നമ്മളിത് കഴുകി ഒന്ന് ചെറുതായി ഒന്ന് തണലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതങ്ങനെയാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മാംഗോ വെച്ചിട്ട് നല്ല അടിപൊളി ഡെസേർട്ട് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്ന നല്ലൊരു ഐറ്റാട്ടോ, നല്ല കിടുക്കാച്ചി ഐറ്റം. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ നമ്മുടെ വീട്ടിൽ ഇതേപോലെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാനും നല്ല അടിപൊളി ഐറ്റാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.